എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ തലയിൽ നല്ല താരൻ ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു. അന്ന് ഈ ബ്രിൽ ക്രീം എന്ന് പറയുന്ന ഒരു ക്രീമൊക്കെ കിട്ടും. അതുണ്ടോയെന്ന് അറിയില്ല. അത് കൊട്ടക്കണക്കിന് വാങ്ങി തലയിൽ തേച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. തൽക്കാലത്തേക്ക് ഒരു ശമനം ഉണ്ടാവും, വീണ്ടും വരും. ഒരു രക്ഷയില്ല. അങ്ങ് അന്ന് തൃശ്ശൂർ ഒരു ചാക്കോ ഡോക്ടറുണ്ട്, ഹോമിയോ ഡോക്ടറാണ്. അത് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. ഇതിനു വേണ്ടിയല്ല പോയത്, വേറെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ യൂറിൻ ഇൻഫെക്ഷൻ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുക, ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ കുഴിനഖം, മാറാത്ത കുഴിനഖം, നഖത്തിൻ്റെ മുകളിൽ കാലത്ത്, അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹം അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എനിക്ക് 15 ദിവസത്തേക്കുള്ള മരുന്ന് തന്നു. 15 ദിവസം കൊണ്ട് ഇതെല്ലാം മാറി. യൂറിൻ ഇൻഫെക്ഷൻ മാറി, തലയിലെ താരം കംപ്ലീറ്റ് പോയി. അതിനുശേഷം വന്നിട്ടേ ഇല്ല, കുഴിനഖം മാറി. അപ്പോൾ ഹോമിയോ അത്ര ശാസ്ത്രീയമൊന്നുമല്ല, പക്ഷെ രക്ഷയില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാനാണ്? ശാസ്ത്രബോധത്തോടു കൂടിയൊക്കെ ജീവിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ പല പ്രശ്നങ്ങൾക്കും നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെ ആശ്രയിച്ചേ പറ്റും. ആയുർവേദം. എൻ്റെ മകളൊരു ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് ഞാൻ ആയുർവേദത്തെ ആശ്രയിച്ചിട്ടാണ്. അവിടെ ഹിപ്പ് ജോയിൻറ്റിൻ്റെ ഒരു പ്രശ്നം. പിന്നെ ഞാൻ കുറേ ഫ്രണ്ട്സിനെയും ബന്ധുക്കളെയൊക്കെ അങ്ങോട്ട് അയക്കുകയും അവർക്കൊക്കെ നല്ല രീതിയിൽ മാറ്റം വരികയൊക്കെ ചെയ്തു. ചാക്കോ ഡോക്ടർ അദ്ദേഹം മരിച്ചു. അന്ന് എൻ്റെ പ്രായമുള്ള ഒരാളാണ്. എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയ്ക്ക് വളരെ കടുപ്പത്തിലുള്ള ആസ്മ ഉണ്ടായിരുന്നു. രോഗി, ഒരു പേഷ്യൻ്റ് ആയിരുന്നു, അടുത്ത പേഷ്യൻ്റ്. അപ്പം അയാൾ ശാസ്ത്രബോധമൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പഠിച്ചാണെങ്കിൽ പറഞ്ഞു, ഇവിടെ നിന്ന് അയാളെ കാണിച്ചു. അയാൾ എന്നെ തല്ലിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ശാസ്ത്രബോധമില്ലാതെ ഇങ്ങനത്തെ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ, എന്നെപ്പോലെയുള്ള ആൾക്കാരെ കൂട്ടു നിൽക്കുന്നതിൽ ഞാൻ പറഞ്ഞു എൻ്റെ കുറേ പ്രശ്നങ്ങൾ ശാസ്ത്രബോധമില്ലെങ്കിൽ എനിക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രമാത്രം ശാസ്ത്രബോധം വേണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ട. അപ്പോൾ ഞാനും പറഞ്ഞു. അയാൾ കാണിക്കാൻ കൂട്ടാക്കിയില്ല. രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഭാര്യയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വെച്ച് അവർ മരിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ആരെ നഷ്ടപ്പെടുത്തിയാലും, എന്തെല്ലാം നഷ്ടപ്പെട്ടാലും, എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും ശാസ്ത്രബോധം നിലനിർത്താൻ ഇങ്ങനത്തെ ആൾക്കാർ പെടുന്ന പെടാപ്പാട് അത് അഭിനന്ദനം അർഹിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തെപ്പറ്റി, മരണത്തെപ്പറ്റി, അസുഖങ്ങളെപ്പറ്റി എത്ര ശതമാനം ശാസ്ത്രത്തിന് അറിയാം എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഉള്ള ശാസ്ത്രബോധം വെച്ച് ജീവിച്ചു പോകുക. അത്തരക്കാരോട് എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ. ഈ 50 വർഷം കൂടി കഴിഞ്ഞാൽ ഈ ശാസ്ത്രം കുറേ കാര്യങ്ങളൊക്കെ വീണ്ടും മാറ്റി പറയും. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നമുക്ക് ഇപ്പോൾ എന്താണ് കണ്ടുപിടി, ഇപ്പോൾ എത്രമാത്രം അറിവുണ്ട് ഈ ശാസ്ത്രത്തിന്, അത് വെച്ചിട്ട് വേണം നമ്മൾ ജീവിക്കാം. ഇപ്പോൾ ക്വാണ്ടം ഫിസിക്സ് അങ്ങനെയുള്ള ക്വാണ്ടം സയൻസ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ കുറേ റിസർച്ച് ചെയ്യുകയും കുറേ കണ്ടുപിടുത്തങ്ങൾ നടത്തുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാർ ലോകം മുഴുവനുണ്ട്. നമുക്കതും കണ്ടില്ലെന്നടിക്കും. എന്നിട്ട് നമുക്ക് ഇണങ്ങിയിട്ടുള്ള കൂപമണ്ഡൂക സയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. കൂപമണ്ഡൂക സയൻസ്, പൊട്ടക്കിണറ്റിലെ തവളയുടെ സയൻസ്, വലിയ സയൻസ് വേറെ ഉണ്ട്. അതിലേക്കൊന്ന് ഇറങ്ങി, അതിലേക്ക് ഇറങ്ങിയാൽ ചിലപ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. നമ്മുടെ ശാസ്ത്രബോധം തന്നെ ചിലപ്പോൾ മാറും. അപ്പോൾ അതിനൊന്നും നിൽക്കരുത്, ചുരുങ്ങിയ തോതിൽ ജീവിച്ചു പോകും.